മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ കെ.പി. വിശ്വനാഥന് അന്ത്യാഞ്ജലി. വിടവാങ്ങിയത് കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ്. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി 2-ന് തൃശൂരിലെത്തും. തേക്കിൻകാട് മൈതാനിയിൽ ബി.ജെ.പി. സംഘടിപ്പിക്കുന്ന സ്ത്രീ സംഗമം പരിപാടിയിൽ മോദി പങ്കെടുക്കും. വണ്ടിപ്പെരിയാർ കേസിൽ പോലീസ് അലംഭാവം കാട്ടിയെന്ന ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ. തൃപ്രയാർ പാലത്തിനു സമീപം ആനയടഞ്ഞു. കൊമ്പൻ പൂതൃക്കോവിൽ പാർത്ഥസാരഥിയാണ് ഇടഞ്ഞത്. ഇടഞ്ഞ ആന 4 വാഹനങ്ങൾ തകർത്തു. തൃശൂർ MTIയിൽ KSU SFI സംഘർഷം. പോലീസ് ലാത്തിവീശി. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ കുത്തിവയ്പ്പിനെ തുടർന്ന് 7 വയസ്സുകാരന് നടക്കാൻ കഴിയാതെയായ സംഭവം. ആരോപണ വിധേയയായ ഡോക്ടറെയും അന്വേഷണ വിധേയമായി ജോലിയിൽ നിന്നും മാറ്റി. ഞാൻ ബൈജു ദേവസി. വിശദമായ വാർത്തകളിലേക്ക്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ കെ.പി. വിശ്വനാഥൻ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ 12:30 വരെ DCC ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. 2 തവണ മന്ത്രിയും 6 തവണ നിയമസഭാംഗവുമായിരുന്നു. കുന്നംകുളത്ത് കല്ലായിൽ പാങ്ങന്റെയും പാറക്കുട്ടിയുടെയും മകനായി 1940 ഏപ്രിൽ 22-ന് ജനിച്ച വിശ്വനാഥൻ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്ന് ബിരുദം നേടി. അഭിഭാഷകൻ കൂടിയായിരുന്നു കെ.പി. വിശ്വനാഥൻ. യൂത്ത് കോൺഗ്രസ് വഴിയായിരുന്നു രാഷ്ട്രീയ പ്രവേശനം. 1967 മുതൽ 1970 വരെ സംഘടനയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റായിരുന്നു. 1977-ലും 1980-ലും കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ നിന്നും 87, 91, 96 വർഷങ്ങളിലും 2001-ലും കൊടകര നിയോജക മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1991 മുതൽ 94 വരെ കെ. കരുണാകരന്റെയും 2004 മുതൽ 2005 വരെ ഉമ്മൻചാണ്ടി സർക്കാരിലും വനം വകുപ്പ് മന്ത്രിയായിരുന്നു. ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന് രാജിവെച്ചു. 2006, 2011 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൊടകരയിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും CPM-ലെ C. രവീന്ദ്രനാഥിനോട് പരാജയപ്പെട്ടു. വനം വകുപ്പ് മന്ത്രിയായിരിക്കെ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളിലും വനസംരക്ഷണത്തിലും കൈവരിച്ച പ്രകടനത്തിന് ആന്റി നാർക്കോട്ടിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ദേശീയ അവാർഡ് നേടിയിട്ടുള്ള അദ്ദേഹത്തിന് മികച്ച പാർലമെന്റേറിയൻ അവാർഡും ലഭിച്ചിട്ടുണ്ട്. KPCC എക്സിക്യൂട്ടീവ് അംഗം, തൃശൂർ DCC സെക്രട്ടറി, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അംഗം, ഖാദി ബോർഡ് അംഗം, KSRTC ഡയറക്ടർ ബോർഡ് അംഗം, തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം, സംസ്ഥാന സഹകരണ ബാങ്ക് ചെയർമാൻ, ഡയറക്ടർ എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വിടവാങ്ങിയത് കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ്. കെ.പി. വിശ്വനാഥന് ആദരാഞ്ജലികൾ അർപ്പിച്ച് രാഷ്ട്രീയ സാംസ്കാരിക കേരളം. തൃശൂർ കുറുക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിൽ ഡയാലിസിസ് നടത്തുന്നതിനിടെ കാർഡിയാക് അറസ്റ്റിനെ തുടർന്നായിരുന്നു വെള്ളിയാഴ്ച രാവിലെ 9:30 അന്ത്യം സംഭവിച്ചത്. വൃക്ക ചികിത്സയുടെ ഭാഗമായി 8 വർഷത്തോളമായി ഡയാലിസിസ് ചെയ്തു വരികയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 8:00 പാട്രായ്ക്കലിലെ വസതിയിൽ നിന്ന് കെ.പി. വിശ്വനാഥൻ ഡയാലിസിസിനായി ആശുപത്രിയിലെത്തിയത്. കഴിഞ്ഞ മാസം സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് 21 ദിവസം എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞയാഴ്ചയാണ് ആരോഗ്യം വീണ്ടെടുത്ത് കെ.പി. വീട്ടിൽ തിരിച്ചെത്തിയത്. വ്യാഴാഴ്ചയുൾപ്പെടെ ഊർജ്ജസ്വലനായി കാണാനെത്തിയ നേതാക്കളും പ്രവർത്തകരുമായി ഇടപഴകിയിരുന്നു. മരണവാർത്ത അറിഞ്ഞയുടൻ മുൻ MLA TV ചന്ദ്രമോഹൻ, KPCC ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട്, അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് തുടങ്ങിയവരും മറ്റു നേതാക്കളും പ്രവർത്തകരും ആശുപത്രിയിലെത്തി. അദ്ദേഹത്തിൻ്റെ വേർപാട് തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസിന് തീർത്തും വലിയ നഷ്ടം തന്നെയാണ്. കാരണം എത്രയോ വർഷങ്ങളായി തൃശ്ശൂർ ജില്ലയുടെ നേതൃത്വത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. മന്ത്രിയായിട്ടും MLA ആയിട്ടും പാർട്ടി നേതാവായിട്ടുമൊക്കെ ഞങ്ങളോടൊപ്പം തന്നെ എത്രയോ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ആളാണ്. മാത്രമല്ല സംസ്ഥാന തലത്തിലും അദ്ദേഹത്തിന് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായകമായ സ്വാധീനം ഉണ്ടായിരുന്നു. തുടർന്ന് 11 മണിയോടെ പാട്രായ്ക്കലിലെ വസതിയിലെത്തിച്ച ഭൗതികദേഹത്തിൽ മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, മുൻ MLA PA മാധവൻ, മുൻ DCC പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കുട്ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് പതാക പുതപ്പിച്ചു. ശ്രീ കേരളവർമ്മ കോളേജിൽ പഠനകാലം തൊട്ടേ സുഹൃത്തായിരുന്ന കെ.പി. സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായിരുന്നെന്ന് മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ അനുസ്മരിച്ചു. കേരളവർമ്മ കോളേജിലെ ഒരേ കാലത്ത് പ്രവർത്തിച്ച വിദ്യാർത്ഥികളെന്ന നിലയ്ക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായി, കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായി
വർഷങ്ങളോളം പ്രവർത്തിച്ച രാഷ്ട്രീയ പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത്. കുന്നംകുളം നിയോജകമണ്ഡലത്തിൽ 2 പ്രാവശ്യം, കൊടകരയിൽ 4 പ്രാവശ്യം, അങ്ങനെ 6 ടേം MLA ആയി ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു. ഒരു മാതൃകാ ജനപ്രതിനിധി നിലയ്ക്ക് എല്ലാവരുടെയും സന്തോഷവും അഭിനന്ദനവും വാങ്ങിയ ഒരാളാണ്. നല്ല സംഘാടകനും ഊർജ്ജസ്വലനുമായ നേതാവായിരുന്നു KP എന്ന് മുൻ MLA PA മാധവൻ അനുസ്മരിച്ചു. വളരെ തൊട്ടടുത്ത് ഇടപഴകി സംഘടനയിൽ നേതൃത്വം അംഗീകരിച്ച് പോകാൻ എനിക്ക് ഇക്കാലം അത്രയും സാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി അപ്രതീക്ഷിതമായൊരു വിയോഗമാണ് KP. എനിക്ക് തൃശ്ശൂർ ജില്ലയിലെ കേരളത്തിൽ തന്നെ തലയെടുപ്പുള്ള കോൺഗ്രസ് നേതാക്കളിൽ മുൻപന്തിയിലാണ് KP വിശ്വനാഥൻ. കടുകട പല കാര്യങ്ങളിലും ആളുകൾ പ്രതീക്ഷിച്ച വിട്ടുവീഴ്ച, ഒരിക്കൽ പോലും കടുകട വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാത്ത നോൺ കോംപ്രമൈസിംഗ് ആയിട്ടുള്ള സമീപനമാണ് KP സംഘടനാ കാര്യങ്ങളിൽ ഉടനീളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു നഷ്ടം തൃശ്ശൂർ ജില്ലയ്ക്ക് നികത്താൻ കഴിയുമെന്ന് വിശ്വാസമില്ല. അപരിഹാര്യമായ ആ നഷ്ടത്തിന് മുമ്പിൽ തലകുമ്പിട്ട് നമസ്കരിക്കുക. മുൻ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ്, T. സിദ്ദിഖ് MLA, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, DCC വൈസ് പ്രസിഡന്റുമാരായ CO ജേക്കബ്, ജോസഫ് ടാജറ്റ് തുടങ്ങി നേതാക്കളും പ്രവർത്തകരുമായ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ഭൗതികദേഹം വെള്ളിയാഴ്ച വൈകിട്ട് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു. ശനിയാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ തൃശ്ശൂർ DCC ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. 2-ന് വസതിയിലെ സംസ്കാര കർമ്മങ്ങൾക്ക് ശേഷം 3-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കരിക്കും. TCV ന്യൂസ്, തൃശ്ശൂർ. ജയപരാജയങ്ങൾ മാറിമറിഞ്ഞ KP വിശ്വനാഥന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കൊടകരയിൽ മത്സരിക്കാനെത്തിയതാണ് വഴിത്തിരിവായത്. ചുവപ്പുകോട്ടയായിരുന്ന കൊടകരയിൽ 1987 ആദ്യ മത്സരത്തിനിറങ്ങിയ KP കോൺഗ്രസിന്റെ വിജയക്കൊടി പാറിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉരുക്കുകോട്ടയായിരുന്ന കൊടകരയിൽ തുടർച്ചയായി 4 തവണ ജയിച്ചു കയറിയ KP മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റിയ വികസന പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചു. കാർഷിക രംഗത്തും ജലസേചന മേഖലയിലും വലിയ പദ്ധതികൾ കൊണ്ടുവരുവാൻ വിശ്വനാഥന് കഴിഞ്ഞു. വനം, തോട്ടം മേഖലയിൽ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് ഫോറസ്റ്റ് റോഡ് പദ്ധതി KP മന്ത്രിയായിരിക്കെയാണ് നടപ്പിലാക്കിയത്. ചെമ്മിനി ഡാം മേഖലകളെയും ആദിവാസി തോട്ടം തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കുന്ന നിരവധി റോഡുകൾ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമായി. മേഖലയിലെ പ്രധാന കാർഷിക ജലസേചന പദ്ധതികളായ തോട്ടുമുഖം, ആറ്റപ്പള്ളി പദ്ധതികൾ അക്കാലത്ത് തുടക്കമിട്ടവയാണ്. വരന്തരപ്പള്ളി, തൃക്കൂർ, അളഗപ്പനഗർ പഞ്ചായത്തുകളിൽ നിരവധി പദ്ധതികൾ KPയുടെ കാലത്ത് നടപ്പാക്കി. ആന്റണിയും ഉമ്മൻചാണ്ടിയുമായുള്ള ആത്മബന്ധം മണ്ഡല വികസനത്തിനും ഫണ്ട് ലഭ്യമാക്കുന്നതിനും പ്രയോജനപ്പെടുത്താൻ KPക്ക് കഴിഞ്ഞു. കൊടകര പുതുക്കാടായതോടെ കഥ മാറി. ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച വിശ്വനാഥൻ തുടർന്നു വന്ന തെരഞ്ഞെടുപ്പിൽ പരാജയമറിഞ്ഞു. CPM സ്ഥാനാർത്ഥി C. രവീന്ദ്രനാഥിന് മുന്നിൽ KP എന്ന അതികായന് അടിതെറ്റി. 2006-ലും 2011-ലും രവീന്ദ്രനാഥ് വിജയിച്ചു. തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ KP വിശ്വനാഥൻ എന്ന ഗ്രൂപ്പ് നേതാവിനെ ഒരുവിധത്തിലും തളർത്തിയില്ല. A ഗ്രൂപ്പിലെ KP വിഭാഗം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശക്തമായി നിലകൊണ്ടു. പൊതു തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി ഭാരവാഹിത്വങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും KP അവസാന വാക്കായിരുന്നു. അസുഖബാധിതനായിരിക്കുമ്പോഴും കഴിഞ്ഞ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനങ്ങൾ നിർണയിച്ചതിൽ KPയുടെ സ്വാധീനം നിർണായകമായിരുന്നു. പുതുക്കാട്, ആമ്പല്ലൂർ, കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വെച്ചുമാറലുകളിൽ വിശ്വനാഥന്റെ സ്വാധീനമുണ്ടായിരുന്നുവെന്നത് പരസ്യമായ രഹസ്യമാണ്. സ്വന്തം നിലപാടുകളിലും അഭിപ്രായങ്ങളിലും ഉറച്ചുനിന്ന KP ഹൈക്കമാൻഡിനും KPCCക്കും വഴങ്ങാതിരുന്ന സന്ദർഭങ്ങൾ നിരവധിയാണ്. KPയുടെ മരണത്തോടെ കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗധേയം നിശ്ചയിച്ചിരുന്ന അതികായനാണ് ഓർമ്മയാകുന്നത്. TCV, പുതുക്കാട്. KP വിശ്വനാഥൻ വിടവാങ്ങുമ്പോൾ തൃശൂരിന് നഷ്ടമാകുന്നത് മികച്ച ഒരു സഹകാരിയെ കൂടിയാണ്. തൃശ്ശൂരിൽ ആദ്യമായി സഹകരണ മേഖലയിൽ ഒരു കോളേജ് സ്ഥാപിച്ചത് KP വിശ്വനാഥനായിരുന്നു. 1983 കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തൃശ്ശൂരിൽ സ്ഥാപിതമാവുന്നത്. 2004 തൃശ്ശൂർ പാടൂക്കാട് 3.5 ഏക്കർ ഭൂമിയിൽ CBSE സ്കൂൾ തുടങ്ങുകയും പിന്നീടത് ഹൈസ്കൂളായി മാറി നല്ല നിലയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരികയുമാണ്. കോളേജിന്റെയും സ്കൂളിന്റെയും ഭരണം നടത്തുന്ന തൃശ്ശൂർ താലൂക്ക് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ നിലവിലെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. കോളേജിന്റെ ആരംഭം മുതൽ 25 വർഷം തുടർച്ചയായി ഈ സംഘത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് KP വിശ്വനാഥൻ തന്നെയായിരുന്നു.
30 വർഷം ഈ സംഘത്തിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. കേരളത്തിലെ സഹകരണ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭവിച്ച ഒരു കനത്ത നഷ്ടം കൂടിയാണ് KP വിശ്വനാഥന്റെ വിയോഗം. TCV ന്യൂസ്, തൃശൂർ. മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KP വിശ്വനാഥിന്റെ മൃതദേഹം തൃശൂർ കോഓപ്പറേറ്റീവ് കോളേജിൽ പൊതുദർശനത്തിന് വെച്ചു. കോഓപ്പറേറ്റീവ് കോളേജ് പ്രസിഡന്റായിരുന്നു വിശ്വനാഥൻ. LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ, കോഓപ്പറേറ്റീവ് ബോർഡിനു വേണ്ടി ഡയറക്ടർ AG നാരായണൻ, കോളേജിനു വേണ്ടി TS സജീവൻ, പ്രിൻസിപ്പാൾ അരുണ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. തൃപ്രയാറിൽ ഇടഞ്ഞ ആന 4 വാഹനങ്ങൾ തകർത്തു. എൽത്തുരുത്ത് പൂത്തൃക്കോവിൽ പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞത്. തൃപ്രയാർ ക്ഷേത്രം ആനപ്പറമ്പിൽ വെച്ചായിരുന്നു സംഭവം. തൃപ്രയാർ ക്ഷേത്രത്തിൽ ശീവേലി എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്നതായിരുന്നു പിതൃക്കോവിൽ പാർത്ഥസാരഥി എന്ന ആനയെ. ക്ഷേത്രം ആനപ്പറമ്പിലാണ് ആനയെ തളച്ചിരുന്നത്. വൈകിട്ട് 4 മണിയോടെ ആനയ്ക്ക് പാപ്പാന്മാർ വെള്ളം കൊടുക്കുന്നതിനിടെ ഇടഞ്ഞോടുകയായിരുന്നു. ഈ സമയം ഏതാനും ആനകൾ ആനപ്പറമ്പിൽ ഉണ്ടായിരുന്നു. ഇടഞ്ഞോടിയ ആന ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടവഴി രാധാകൃഷ്ണ ഓഡിറ്റോറിയത്തിന് മുന്നിലൂടെ പുത്തൻകുളത്തിന് പുറകിലെ പറമ്പിലേക്ക് കയറി. ഇതിനിടെ ആനയെ അനുനയിപ്പിക്കാൻ പാപ്പാന്മാർ നടത്തിയ ശ്രമങ്ങൾ വിജയിച്ചില്ല. വിവരമറിഞ്ഞ് വലപ്പാട് പോലീസ്, നാട്ടിക ഫയർഫോഴ്സ്, എലിഫന്റ് സ്ക്വാഡ്, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ എന്നിവർ സ്ഥലത്തെത്തി. പുത്തൻകുളത്തിന് സമീപത്തെ പറമ്പിൽ നിന്ന് പാപ്പാന്മാരെ വിരട്ടിയോടിച്ച ആന തൃപ്രയാർ തൃശൂർ സംസ്ഥാന പാതയിലേക്ക് ഓടിക്കയറിയത് കൂടുതൽ പരിഭ്രാന്തിക്കിടയാക്കി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വരുന്ന സമയമായതിനാൽ പോലീസിന്റെ ഇടപെടലിൽ ഈ ഭാഗത്ത് ഗതാഗതം ഉടൻ തടയുകയായിരുന്നു. ഇതിനിടെ ഇടഞ്ഞ ആന അയ്യപ്പ ഭക്തർ വന്ന 2 ട്രാവലർ വാനുകളും ഒരു കാറും തകർത്തു. അനുനയിപ്പിക്കാൻ ശ്രമിച്ച പാപ്പാന്മാരെ വീണ്ടും പുത്തൻകുളത്തിന് പുറകിലെ പറമ്പിലേക്ക് ഓടിച്ചകറ്റി വീണ്ടും റോഡിലേക്ക് കയറിയ ആന റോഡരികിൽ ഏകാദശി വിൽപ്പനയ്ക്കായി സ്ഥാപിച്ച വഴിവാണിഭ കട തകർത്തു. തുടർന്ന് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു കാറും തകർത്ത ആന സമീപത്തെ പറമ്പിലേക്ക് കുത്തിമറിച്ചിട്ടു. 1.25 മണിക്കൂറോളം പ്രദേശത്തെ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയ ആനയെ വൈകിട്ട് 5:45 എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് തളയ്ക്കുകയായിരുന്നു. ആന ഇടഞ്ഞത് മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിച്ച ഒരു കൂട്ടം ആളുകളാണ് ഇടഞ്ഞ ആനയെ തളയ്ക്കുന്നതിന് ഏറെ തടസ്സം സൃഷ്ടിച്ചത്. TCV, തൃപ്രയാർ. ജനുവരി 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന സ്ത്രീശക്തി സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ തൃശൂരിൽ BJP ഓഫീസിൽ നടന്ന വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ ശേഷം നരേന്ദ്രമോദിയെ അനുമോദിച്ച് നടക്കുന്ന ആദ്യ സമ്മേളനത്തിൽ വിവിധ മേഖലയിലുള്ള 2 ലക്ഷത്തിലധികം സ്ത്രീകൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ ഏറ്റവും അവതാളത്തിലായ കാലമാണിതെന്നും അതിന് തെളിവാണ് വണ്ടിപ്പെരിയാർ സംഭവത്തിൽ DYFI നേതാവായ പോക്സോ കേസ് പ്രതിയെ കോടതി വെറുതെ വിട്ടതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. പട്ടികജാതി വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ട കേസായിരുന്നു ഇത്. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ വീഴ്ചയാണിതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. വാളയാർ കേസിലും അട്ടപ്പാടി മധു കേസിലും ഇതാണ് സംഭവിച്ചത്. ഇപ്പോൾ സമാനമായ സംഭവമാണ് വണ്ടിപ്പെരിയാർ കേസിലും ഉണ്ടായിരിക്കുന്നത്. കേരളത്തിന്റെ പ്രതിച്ഛായയ്ക്ക് യോജിച്ച വിധിയല്ലിതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പോലീസിനെതിരെ നടപടിയെടുക്കുമോ എന്നും സുരേന്ദ്രൻ ചോദിച്ചു. വണ്ടിപ്പെരിയാറിൽ കണ്ടിരിക്കുന്നത് ഒരു പാവപ്പെട്ട ദളിത് പെൺകുട്ടിയെ അതിഭീകരമായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്ത DYFI പ്രവർത്തകനെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. തെളിവുകൾ സമാഹരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. സമാഹരിച്ച തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയില്ല. ശാസ്ത്രീയമായ തെളിവെടുപ്പ് പോലീസ് നടത്തിയില്ല. ഗുരുതരമായ കണ്ടെത്തലുകളാണ് കോടതി വിധിയിൽ തന്നെ ഉള്ളത്. പ്രതി അറിയപ്പെടുന്ന ഒരു CPM നേതാവാണ്, DYFI ഭാരവാഹിയാണ്. അതുകൊണ്ടാണ് വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ കേസ് വെറുതെ വിട്ട കേസായി മാറിയത്. പോലീസിന്റെ വീഴ്ച എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിന്റെ ദയനീയ പരാജയമാണ് വണ്ടിപ്പെരിയാറിൽ കണ്ടത്. ഉത്തരം പറയേണ്ടത് മറ്റാരുമല്ല, പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ജനുവരി മാസം 2-ാം തീയതി കേരളം ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്ത്രീ ശക്തി സംഗമത്തിന് തൃശ്ശൂരിൽ വരികയാണ്. സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണം വാക്കുകളിൽ ഒതുങ്ങുന്ന പ്രചാരണ വേല മാത്രമാണ്. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പറയുന്നത് വസ്തുതയില്ലാത്ത കാര്യങ്ങളാണ്. പച്ചക്കള്ളം പറഞ്ഞ് കേന്ദ്രവിരുദ്ധ വികാരം പ്രചരിപ്പിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. കേരളത്തിന് എന്തധികം ലഭിച്ചാലും സന്തോഷമാണെന്നും സർക്കാർ കടം വാങ്ങി ദൂർത്തടിച്ചിട്ടാണ് കേന്ദ്രത്തെ കുറ്റം പറയുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. TCV, തൃശൂർ.
തൃശൂർ ചെമ്പുക്കാവ് മഹാരാജാസ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തെ തുടർന്ന് KSU SFI പ്രവർത്തകർ തമ്മിൽ സംഘർഷം. KSU മുഴുവൻ പാനലിലും വിജയിച്ചതോടെയാണ് സംഘർഷത്തിന് തുടക്കമായത്. ഇരുവിഭാഗവും ചേരിതിരിഞ്ഞ് പോർവിളി മുഴക്കി. പോലീസ് ഇരുവിഭാഗത്തെയും ലാത്തിവീശി ഓടിച്ചുവെങ്കിലും വീണ്ടും തടിച്ചുകൂടിയ പ്രവർത്തകർ പരസ്പരം പോർവിളികൾ നടത്തി കമ്പുകളും കൊടികളും വലിച്ചെറിഞ്ഞു. പ്രവർത്തകർ പ്രകോപനവുമായി നേർക്കുനേർ വന്നതോടെ പോലീസ് ഇരുവിഭാഗത്തെയും ലാത്തിവീശി ഓടിച്ചു. കൂടുതൽ പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഇതാദ്യമായാണ് KSU പാനൽ മഹാരാജാസ് കോളേജിൽ വിജയിക്കുന്നത്. സംഘർഷത്തെ തുടർന്ന് മ്യൂസിയം റോഡിൽ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSUവിന് വൻ വിജയം. 22 വർഷങ്ങൾക്ക് ശേഷമാണ് ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ KSU വിജയം നേടുന്നത്. ഫുൾ പാനൽ നേടിയാണ് KSUവിന്റെ വിജയം. KSUവിന്റെ പാനലിൽ മത്സരിച്ച 7 പേരും മികച്ച ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. ചെയർമാനായി മുഹമ്മദ് മിശാൽ, വൈസ് ചെയർമാനായി PB അർജുൻ, ലേഡി വൈസ് ചെയർമാനായി നന്ദന കൃഷ്ണ, ജനറൽ സെക്രട്ടറിയായി KR റോഷൻ, പോളി യൂണിയൻ കൗൺസിലറായി ഡെറിക് ജോൺ, മാഗസിൻ എഡിറ്ററായി TP യദുകൃഷ്ണൻ, ആർട്സ് ക്ലബ് സെക്രട്ടറിയായി AR വർഷ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. KSU പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ തലവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ 7 വയസ്സുകാരനെ കുത്തിവയ്പ്പിനെ തുടർന്ന് നടക്കാൻ കഴിയുന്നില്ലെന്ന പരാതിയിൽ ആരോപണ വിധേയയായ ഡോക്ടറെയും അന്വേഷണ വിധേയമായി മാറ്റി നിർത്തി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ DMO ചുമതലപ്പെടുത്തിയ ഡെപ്യൂട്ടി DMO ഡോക്ടർ ഷീജയുടെ നേതൃത്വത്തിലുള്ള സംഘം വെള്ളിയാഴ്ച താലൂക്ക് ആശുപത്രിയിലെത്തി അധികൃതരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. ഇതേ തുടർന്നാണ് കുട്ടിക്ക് കുത്തിവയ്പ്പ് എടുക്കാൻ നിർദ്ദേശിച്ച ഡോക്ടറെയും അന്വേഷണ വിധേയമായി മാറ്റി നിർത്താൻ തീരുമാനിച്ചത്. ഡെപ്യൂട്ടി DMOയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് DMOയ്ക്ക് സമർപ്പിക്കുന്ന മുറയ്ക്ക് സംഭവത്തിൽ കൂടുതൽ നടപടികളുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇതിനിടെ മുസ്ലിം യൂത്ത് ലീഗ് ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റി നേതാക്കൾ പ്രതിഷേധവുമായി ആശുപത്രിയിൽ എത്തി. ആശുപത്രി സൂപ്രണ്ടിനെയും ഡെപ്യൂട്ടി DMOയെയും കണ്ട് ആരോപണ വിധേയയായ ഡോക്ടറെ മാറ്റി നിർത്തണമെന്ന് ആവശ്യമുന്നയിച്ചു. ഡോക്ടർ ആശുപത്രിയിൽ OPയിൽ സേവനം തുടരുന്നതിനിടെയാണ് യൂത്ത് ലീഗ് നേതാക്കൾ പ്രതിഷേധവുമായി ആശുപത്രിയിൽ എത്തിയത്. വകുപ്പുതല അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചതെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു. തൃശൂർ കോർപ്പറേഷനിലെ അമൃത് മാസ്റ്റർ പ്ലാനിന്റെ മറവിലുള്ള തട്ടിപ്പ് സംസ്ഥാനത്തെ മന്ത്രി കൂടി അറിഞ്ഞുള്ള തട്ടിപ്പാണെന്നും വിശദമായി അന്വേഷണം നടത്തിയാൽ മേയർ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ അഴിമതി കേസിൽ പ്രതിയാകുമെന്നും BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ആരോപിച്ചു. 56 കോടിയുടെ അമൃത് ഫണ്ട് ഉപയോഗിച്ചുള്ള PG കുടിവെള്ള പദ്ധതിയിൽ വലിയ തരത്തിലുള്ള അഴിമതി നടന്നുവെന്ന BJPയുടെ ആരോപണത്തിലാണ് കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. 56 കോടിയിൽ 20.4 കോടി രൂപ വ്യാജ വൗച്ചറും ബില്ലും വെച്ച് തട്ടാനാണ് കോർപ്പറേഷൻ തീരുമാനിച്ചത്. ഇറക്കാത്ത പൈപ്പിന്റെ പേരിൽ പണം തട്ടാനുള്ള ശ്രമം തടഞ്ഞ സെക്രട്ടറിയുടെ പരാതിയിൽ അന്വേഷണം നടത്താതെ അദ്ദേഹത്തെ സ്ഥലം മാറ്റുകയാണ് ചെയ്തത് എന്നും സമാനമായ രീതിയിൽ മറ്റെല്ലാ പദ്ധതികളിലും തട്ടിപ്പ് നടന്നതായും BJP സംശയിക്കുന്നതായി അനീഷ് കുമാർ പറഞ്ഞു. 56 കോടി രൂപയുടെ അമൃത് ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള PG കുടിവെള്ള പദ്ധതിയിൽ വലിയ തരത്തിലുള്ള അഴിമതി നടന്നു എന്നുള്ള BJPയുടെ ആക്ഷേപത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. 56 കോടി രൂപ ചെലവഴിച്ചുള്ള പദ്ധതിയിൽ 20.4 കോടി രൂപ വ്യാജ വൗച്ചറും ബില്ലും വെച്ച് തട്ടാൻ വേണ്ടിയിട്ടാണ് തൃശൂർ കോർപ്പറേഷൻ തീരുമാനിച്ചത്. ഇറക്കാത്ത പൈപ്പിന്റെ പേരിൽ പണം തട്ടാനുള്ള ശ്രമം നടന്ന സമയത്ത് അതിനെതിരായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്ക് കോർപ്പറേഷൻ സെക്രട്ടറി പരാതി നൽകുകയും അങ്ങനെ ആ പരാതി കിട്ടിയ സമയത്ത് പരാതി ഉന്നയിച്ച കോർപ്പറേഷൻ സെക്രട്ടറിയെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്ഥലം മാറ്റുകയാണ് ചെയ്തത്. അമൃത് മാസ്റ്റർ പ്ലാനിന്റെ മറവിലുള്ള തട്ടിപ്പ് അത് സംസ്ഥാനത്തെ മന്ത്രി കൂടി അറിഞ്ഞിട്ടുള്ള തട്ടിപ്പാണ്. അതല്ലെങ്കിൽ ഇത്തരത്തിലൊരു അഴിമതി ഇറക്കാത്ത പൈപ്പിന്റെ പേരിൽ വ്യാജ ബില്ലും വൗച്ചറും ഉപയോഗിച്ച് അഴിമതി നടക്കുമ്പോൾ ആ കാര്യം ഒരു കോർപ്പറേഷൻ സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് അന്വേഷണം നടത്താതെ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ച കോർപ്പറേഷൻ സെക്രട്ടറിയെ സ്ഥലം മാറ്റുക എന്ന് പറയുമ്പോൾ ഇത് CPMന്റെ പാർട്ടി നേതൃത്വവും മന്ത്രിയും കോർപ്പറേഷൻ ഭരിക്കുന്ന മേയറും എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നടത്തിയിട്ടുള്ള തട്ടിപ്പാണ് എന്ന് വളരെ വ്യക്തമാവുകയാണ്. എടത്തുരുത്തിയിൽ മൂരിയുടെ കുത്തേറ്റ് വയോധികന് ഗുരുതരമായി പരിക്കേറ്റു. കുട്ടമംഗലം വലിയകത്ത് മുഹമ്മദിനാണ് വീട്ടിൽ വളർത്തുന്ന മൂരിയുടെ കുത്തേറ്റത്. വീട്ടിലെ പശുവിന് വെള്ളം കൊടുക്കുന്നതിനിടയിൽ വീട്ടുവളപ്പിൽ നിന്നും കയറൂരി വന്ന മൂരി മുഹമ്മദിനെ ആക്രമിക്കുകയായിരുന്നു. വയറിൽ ആഴത്തിൽ കുത്തേറ്റ മുഹമ്മദിനെ ഇരിഞ്ഞാലക്കുട സഹകരണ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി.
കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അതിജീവന യാത്രയുടെ ഭാഗമായുള്ള ഐക്യദാർഢ്യ സദസ്സ് PI ലാസർ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന ഐക്യദാർഢ്യ സദസ്സിൽ കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപത പ്രസിഡന്റ് ജോഷി വടക്കൻ അധ്യക്ഷത വഹിച്ചു. ഫാദർ വർഗീസ് കുത്തൂർ, ബിജു കുണ്ടുകുളം, NP ജാക്സൺ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവമ്പാടി ഏകാദശി സംഗീതോത്സവത്തിന്റെ ഭാഗമായി പ്രശസ്ത വയലിൻ കലാകാരികളായ ലളിത, നന്ദിനി എന്നിവർക്ക് തിരുവമ്പാടി ദേവസ്വം സംഗീതരത്നം ബഹുമതി നൽകി ആദരിച്ചു. വയലിൻ കച്ചേരിക്ക് ശേഷം നടന്ന ചടങ്ങിൽ തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ TA സുന്ദർമേനോൻ, സെക്രട്ടറി ഗിരീഷ് കുമാർ എന്നിവർ ചേർന്ന് പുരസ്കാര സമർപ്പണം നടത്തി. ജോയിന്റ് സെക്രട്ടറി P ശശിധരൻ, മൃദംഗ വിദ്വാൻ KMS മണി എന്നിവർ സന്നിഹിതരായിരുന്നു. മേലൂർ അടിച്ചിലിയിൽ പടക്കവും ഗുണ്ടുകളും പോലീസ് നിർവീര്യമാക്കിയത് പരിഭ്രാന്തി പരത്തി. മുന്നൂർപ്പിള്ളി പാറമടയിലാണ് കൊരട്ടി പോലീസും ഫയർഫോഴ്സും ചേർന്ന് സ്ഫോടക വസ്തുക്കൾ നശിപ്പിച്ചത്. കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ വിവിധ കേസുകളിൽ പിടികൂടിയ സ്ഫോടക വസ്തുക്കളാണ് നിർവീര്യമാക്കിയത്. ഇനി വാണിജ്യം. യഥാർത്ഥ അറേബ്യൻ കുഴിമന്തിയുടെ രുചിപ്പെരുമയുമായി ഹംദി കുഴിമന്തിയുടെ രണ്ടാമത് ഔട്ട്ലെറ്റ് കേച്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചലച്ചിത്ര താരം ഇർഷാദും ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിലും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. കുഴിമന്തിയിൽ മായാജാലം തീർക്കാനായി കേച്ചേരി തൂവാനൂരിലാണ് ഹംദി കുഴിമന്തി പ്രവർത്തനം ആരംഭിച്ചത്. ചിക്കൻ, മട്ടൻ, ബീഫ് മന്തികളിൽ അറേബ്യൻ രുചി വിഭവങ്ങളുടെ നീണ്ട കലവറ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. വിദഗ്ധരായ ഷെഫുകൾ തയ്യാറാക്കുന്ന ഹംദി കുഴിമന്തിയുടെ രുചിയിൽ വയറു മാത്രമല്ല മനസ്സും നിറയും. ഹംദി കുഴിമന്തിയുടെ നാവിൽ കൊതിയൂറിക്കുന്ന രുചിയുടെ പിന്നിലെ രഹസ്യം പ്രത്യേകം തയ്യാറാക്കുന്ന മസാലക്കൂട്ടാണ്. അറേബ്യൻ പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കി മന്തി അടുപ്പിലാണ് ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. പ്രകൃതി ഭംഗിയോടൊപ്പം ഗൃഹാന്തരീക്ഷത്തിൽ കുടുംബസമേതം ഭക്ഷണം കഴിക്കുന്നതിനുള്ള സൗകര്യവുമുണ്ട്. വിശാലമായ കാർ പാർക്കിംഗും 3 കിലോമീറ്റർ പരിധിയിൽ ഫ്രീ ഹോം ഡെലിവറിയുമുണ്ട്. വിവാഹം, ബർത്ത്ഡേ തുടങ്ങിയ ആഘോഷ പരിപാടികൾക്ക് ഓർഡർ പ്രകാരം തയ്യാറാക്കി നൽകും. ഗുരുവായൂരിൽ തുടക്കം കുറിച്ച ഹംദി കുഴിമന്തിയുടെ രുചിപ്പെരുമയാണ് കേച്ചേരിയിലേക്കും വ്യാപിച്ചത്. ഉടൻ തന്നെ ചേറ്റുവയിലും പുതിയ ഔട്ട്ലെറ്റ് തുറക്കുമെന്ന് സ്ഥാപന ഉടമയും ഗുരുവായൂർ നഗരസഭാ കൗൺസിലറുമായ KM മഹറൂഫ്, PA ഷാജു എന്നിവർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും ഓർഡറുകൾക്കും 7034576333. പുതുതലമുറയ്ക്കിണങ്ങിയ പുതുപുത്തൻ ലേഡീസ് ഫാഷൻ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവുമായി ക്രേസി ബീഡ്സ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ MG റോഡിൽ നടുവിലാൽ ജംഗ്ഷന് സമീപം S കുമാർ കോംപ്ലക്സിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രവർത്തനം ആരംഭിച്ച ക്രേസി ബീഡ്സിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി നിർവഹിച്ചു. തേക്കിങ്കാട് ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ് വിശിഷ്ടാതിഥിയായിരുന്നു. ക്രേസി ബീഡ്സ് ഉടമ KF സാവിയോയുടെ മാതാവ് KP ശോഭ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ക്രേസി ബീഡ്സ് സാരഥിയുടെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മാറിവരുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് അനുയോജ്യമായ വസ്ത്രവിസ്മയവുമായി പ്രവർത്തനം ആരംഭിച്ച ക്രേസി ബീഡ്സിൽ ഗുണമേന്മയാർന്ന വസ്ത്രങ്ങൾ അനുയോജ്യമായ വിലയിൽ ലഭ്യമാണ്. ഫാഷൻ സങ്കല്പങ്ങളെ മാറ്റിമറിക്കുന്ന ഷോപ്പിംഗ് അനുഭവമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നെത്തിച്ച വിവിധ ശ്രേണികളിലുള്ള ന്യൂജൻ വസ്ത്രങ്ങളുടെ കമ്പനീയ ശേഖരവും 399 രൂപ മുതൽ 999 രൂപ വരെ വിലയുള്ള സാധാരണക്കാരുടെ ബഡ്ജറ്റിനിണങ്ങിയ വസ്ത്രവൈവിധ്യവും ക്രേസി ബീഡ്സിന്റെ പ്രത്യേകതയാണ്. കുർത്തീസ്, വെസ്റ്റേൺ ഫ്രോക്സ്, കുർത്തി സെറ്റ്സ്, പാർട്ടി വെയർ, റെഡി ടു വെയർ സെറ്റ്സ്, ബോട്ടം വെയർ എന്നീ ഫാഷൻ വസ്ത്രങ്ങളുടെ പുതുപുത്തൻ ട്രെൻഡി കളക്ഷനുകളുമായി വസ്ത്രവൈവിധ്യങ്ങളുടെ പുതിയ ലോകം ഉപഭോക്താക്കൾക്കായി തീർത്തിരിക്കുകയാണ് ക്രേസി ബീഡ്സ്. സാംസ്കാരിക നഗരിയുടെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാനായി കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷങ്ങളെ വരവേൽക്കാൻ അതിരില്ലാത്ത ഷോപ്പിംഗ് അനുഭവമാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് എല്ലായ്പ്പോഴും ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കുന്നത്. മികച്ച ഓഫറുകൾ അണിനിരത്തുന്ന ജിംഗിൾ സെയിലിലൂടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇക്കുറി വർണ്ണാഭമാക്കാൻ
കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് സജ്ജമായി കഴിഞ്ഞു. ക്രിസ്മസ് ഡെക്കോറുകൾ, വിവിധതരം കേക്കുകൾ, ക്രിസ്മസ് സ്പെഷ്യൽ സ്വീറ്റുകൾ, കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ഹാമ്പറുകൾ, വൈനുകൾ തുടങ്ങി 500ഓളം നിത്യോപയോഗ സാധനങ്ങൾക്ക് വമ്പൻ ഓഫറുകളും 50% വരെ വിലക്കിഴിവുമാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് ജിംഗിൾ സെയിലിലൂടെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഡിസംബർ 16 മുതൽ 24 വരെയാണ് ജിംഗിൾ സെയിൽ. ഒരു കുടുംബത്തിനാവശ്യമായ പച്ചക്കറി, നിത്യോപയോഗ സാധനങ്ങൾ മുതൽ വസ്ത്രം, ഇലക്ട്രോണിക്സ് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ വരെ മികച്ച ഗുണമേന്മയിലും മിതമായ നിരക്കിലും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെ ജനകീയതയും വിശ്വാസ്യതയും നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. ബാങ്ക് ഓഫ് ബറോഡയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഹരിത പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. തൃശൂർ കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ബാങ്ക് ഓഫ് ബറോഡയുടെ ഹരിത പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് ഓഫ് ബറോഡ റീജിയണൽ ഹെഡ് B സനിൽകുമാർ, ഡെപ്യൂട്ടി റീജിയണൽ മാനേജർ ടോണി M വെമ്പിള്ളി, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് V മുരളി, പുല്ലഴി ബ്രാഞ്ച് മാനേജർ ഹീര തുടങ്ങി ജീവനക്കാരും മറ്റ് അഭ്യുദയകാംക്ഷികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ചടങ്ങിന്റെ ഭാഗമായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കലും നടന്നു. ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്രീൻ ക്യാമ്പയിന്റെ ഭാഗമായി തൃശൂർ റീജിയണൽ ഓഫീസിന് കീഴിലുള്ള 17 ശാഖകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നുണ്ട്. ഇതുവഴി സൗരോർജം പരമാവധി പ്രയോജനപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ KP വിശ്വനാഥന് അന്ത്യാഞ്ജലി. വിടവാങ്ങിയത് കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ്. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് പാറമക്കാവ് ശാന്തിഘട്ടിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി 2-ന് തൃശൂരിലെത്തും. തേക്കിൻകാട് മൈതാനിയിൽ BJP സംഘടിപ്പിക്കുന്ന സ്ത്രീ സംഗമം പരിപാടിയിൽ മോദി പങ്കെടുക്കും. വണ്ടിപ്പെരിയാർ കേസിൽ പോലീസ് അലംഭാവം കാട്ടിയെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. തൃപ്രയാർ പാലത്തിനു സമീപം ആനയിടഞ്ഞു. കൊമ്പൻ പൂത്തൃക്കോവിൽ പാർത്ഥസാരഥിയാണ് ഇടഞ്ഞത്. ഇടഞ്ഞ ആന 4 വാഹനങ്ങൾ തകർത്തു. തൃശൂർ MTIയിൽ KSU SFI സംഘർഷം. പോലീസ് ലാത്തി വീശി. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ കുത്തിവയ്പ്പിനെ തുടർന്ന് 7 വയസ്സുകാരന് നടക്കാൻ കഴിയാതെയായ സംഭവം. ആരോപണ വിധേയയായ ഡോക്ടറെയും അന്വേഷണ വിധേയമായി ജോലിയിൽ നിന്നും മാറ്റി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.